ഹലോ വെൽക്കം ടു എയർ ക്വസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. സോ ട്രെയിലർ വന്ന് ഒരു രക്ഷയില്ല. കഴിഞ്ഞ ട്രെയിലറിൽ വന്ന് നമ്മുടെ ഡെഡ്പൂളിനാണ് അധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ട്രെയിലറിൽ വന്ന് വൂൾവറിനാണ് അധികം ഒരു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ട്രെയിലർ വന്നൊരു പക്ക R-rated കാണിച്ചിട്ടുള്ളത്. സോ മൂവി R-rated അവർ ഒന്നും കൂടെ കൺഫേം ആക്കുന്നുണ്ട്. കാരണം നിറയെ എഫേർട്സും നിറയെ ബ്രൂട്ടൽ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ട്രെയിലർ ഈസ് പീക്ക് എന്നേ പറയാൻ പറ്റൂ. സോ ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടി. അപ്പോൾ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളതെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. സോ നേരെ വീഡിയോട്ട് എടുക്കാം. ഇപ്പോൾ ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ വൂൾവറിൻ ആണെങ്കിൽ ഒരു ബാറിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അവിടെ വന്ന് നമ്മുടെ ഡെഡ്പൂൾ വരുന്നതായിട്ടും എന്നിട്ട് ഡെഡ്പൂൾ ആണെങ്കിൽ വൂൾവറിൻ്റെ അടുത്ത് എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം, എൻ്റെ കൂടെ വാ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ വൂൾവറിൻ ഇല്ല, ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു സമയം നമ്മുടെ ഡെഡ്പൂൾ ഓക്കെ എനിക്ക് വേറെ വരിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വൂൾവറിൻ്റെ നേരെ ആ ഒരു ഗണ്ണെടുത്ത് കാണിക്കുന്ന ഒരു സീനുണ്ട്. സോ അവിടെ വൂൾവറിൻ ആണെങ്കിൽ ഗണ്ണ് കാണിക്കുമ്പോൾ നമ്മുടെ വൂൾവറിൻ എന്തെന്ന് വെച്ചാൽ ഗണ്ണിലോട്ട് നേരെ പോയി നെറ്റി കൊണ്ട് വയ്ക്കുന്നുണ്ട്. സോ വൂൾവറിൻ മരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് മാത്രമല്ല വൂൾവറിൻ്റെ ഫേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല സാഡായിട്ടുണ്ട്. സോ കാരണം ഈ ഒരു മൂവിയിൽ വന്ന് നമ്മുടെ വൂൾവറിൻ്റെ ആ ഒരു എൻ്റയർ വേൾഡും യൂണിവേഴ്സും നശിച്ചിട്ടുണ്ട്. കാരണം ട്രെയിലറിൽ ഒരു ഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ വൂൾവറിനാണെങ്കിൽ ഒരു വൈറ്റ് കളർ ടീഷർട്ട് ഇട്ട് ഒരുമാതിരി സാഡായിട്ട് വേണം നമുക്ക് കാണാൻ പറ്റും. സോ വൂൾവറിൻ്റെ ആ ഒരു വേൾഡ് തന്നെ നശിച്ച് പോയിട്ടുണ്ട്. സോ എന്താണ് റീസൺ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആളുകൊണ്ട് വൂൾവറിൻ ഇവിടെ ഭയങ്കര സാഡായിട്ടാണ് ഇരിക്കുന്നത്. ഒരു PTSDയിലാണ് നമ്മുടെ വൂൾവറിൻ ഇവിടെ ഉള്ളത്. ഈവൻ വൂൾവറിൻ തൻ്റെ ഫുൾ ക്ലാസ് പോലും എടുക്കുന്നില്ല. അത്രത്തോളം ഒരുമാതിരി PTSDയിലാണ് നമ്മുടെ വൂൾവറിൻ ഉള്ളത്. സോ ഈ ഒരു മൂവിയിൽ വന്ന് ഏത് കോമിക് അഡാപ്റ്റേഷനാണ് വൂൾവറിൻ്റെ സ്റ്റോറി പറയാൻ പോകണമെന്ന് അറിഞ്ഞുകൂടുക. ചിലപ്പോൾ ഓൾഡ് മാൻ ലോഗൻ സ്റ്റോറി ആവാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ വന്ന് നമ്മുടെ മിസ്റ്റീരിയോ വന്ന് ഇല്യൂഷൻ ചെയ്ത് വെച്ച് കൊടുക്കും. സോ ആ ഇല്യൂഷനെ നമ്മുടെ വൂൾവറിനെ തെറ്റിദ്ധരിച്ച് തൻ്റെ എക്സ്മെൻ ടീമിലുള്ള ആൾക്കാരെ തന്നെ കൊല്ലുന്നുണ്ട്. സോ അതിനുശേഷമാണ് വൂൾവറിൻ ഒരു ഡിപ്രഷനിൽ പോകുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ അതേപോലെയാണ് ഇവിടെ എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. സോ അതിന് വൂൾവറിൻ ഒരു റീസണാണ്. സോ വൂൾവറിൻ മേ ബി വല്ല മൈൻഡ് കൺട്രോളിലും പോയി പുള്ളിയുടെ എക്സ്മെൻ ടീമിലുള്ള ആൾക്കാരെ തന്നെ കൊന്നിട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. സോ എന്തായാലും വൂൾവറിൻ്റെ ബാക്ക് സ്റ്റോറി ഭയങ്കര സാഡായിട്ടിരിക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ അടുത്തൊരു സീൻ കണ്ടാൽ ആക്ച്വലി ഞാൻ ഷോക്കായത്. അതായത് അതിൽ വന്ന് നമ്മുടെ ആൻറ്റ്മാൻ്റെ തല കാണിച്ചിട്ടുണ്ട്. സോ ആ തലേന്ന് വെച്ചാൽ സ്കള്ളാണ്. സോ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവർ താമസിക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഒരു കോട്ട പോലെ ഈ വില്ലൻ ക്യാരക്ടറൊക്കെ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇത് എത്രത്തോളം ഒരു ബ്രൂട്ടലായിട്ടുള്ള സീനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പക്ഷേ കോമിക്സിലും ആൻറ്റ്മാൻ മരിക്കുന്നുണ്ട്. പക്ഷേ അത് വന്ന് ഹാങ് പിങ് ആണ്. സോ ഇത് വന്ന് നമ്മുടെ സ്കോട്ടാണോ ഹാങ് പിന്നാണോ എന്ന് അറിഞ്ഞുകൂടാ. സോ അത് വേണം ആവാം. എന്തായാലും ഈ സീന് വേറെ ലെവലായിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഡെഡ്പൂളാണ് വൂൾവറിനെ കൂട്ടിക്കൊണ്ട് നേരെ ഒരു വോയിഡിലോട്ട് കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നത്. സോ എന്തൊക്കെയോ പറഞ്ഞ് വൂൾവറിനെ കൺവിൻസ് ചെയ്ത് ഈ വോയിഡിലോട്ട് നമ്മുടെ ഡെഡ്പൂൾ ആക്ച്വലി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല നമ്മുടെ വൂൾവറിനെ നോക്കി ഡെഡ്പൂൾ ഒരു കാര്യം പറയുന്നത് എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം, എൻ്റെ യൂണിവേഴ്സ് നശിക്കും, എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണമെന്ന് ഡെഡ്പൂൾ പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ വൂൾവറിനാണെങ്കിൽ എന്നെ സമ്മതിക്കുന്നില്ല. വൂൾവറിന് താല്പര്യമില്ലാത്ത പോലെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഡെഡ്പൂൾ വേറെ ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഇതേപോലെയാണ് അത് നിൻ്റെ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചെയ്തതെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക വൂൾവറിൻ്റെ ദേഷ്യം വന്ന് ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. സോ ഫൈറ്റ് വന്ന് സൂപ്പറായിട്ടുണ്ട്. നല്ല കിടിലൻ ഫൈറ്റാണ്. സോ അതിൽ വന്ന് നമ്മളൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൂൾവറിൻ്റെ ആ ക്ലാസ് വന്ന് അഡാമാൻറ്റിയാണ് നമുക്കറിയാം. സോ അത് വെച്ച് ഡെഡ്പൂളിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡെഡ്പൂളിൻ്റെ സോഡ് വെച്ച് ഡെഡ്പൂൾ അത് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ഡെഡ്പൂളിൻ്റെ സോഡ് വന്ന് സാധാരണ സോഡല്ല, അതും അഡാമാൻറ്റിയാണ്. അതായത് ഈ ഒരു മൂവിയിൽ അഡാമാൻറ്റി സോഡ് നമ്മുടെ ഡെഡ്പൂളിന് കൊടുക്കും. സോ അത് വെച്ചാണ് നമ്മുടെ ഡെഡ്പൂൾ വൂൾവറിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ വന്ന് ഡെഡ്പൂൾ ആണെങ്കിൽ മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. നമ്മൾ വൂൾവറിൻ കുറച്ച് കൊടൂരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ഡെഡ്പൂളിനെ പറയാൻ പറ്റാത്ത ഇടത്തൊക്കെയാണ് കുത്തി കയറ്റി കൊടുക്കുന്നത്. സോ ഫൈറ്റ് വന്ന് വേറെ ലെവലായിരിക്കും. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റാണ്. പക്ഷേ ഈ ഒരു ഫൈറ്റിൽ അവസാനം നമ്മുടെ ഡെഡ്പൂളാണ് ജയിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഒരു സീനിൽ നമ്മുടെ വൂൾവറിനാണെങ്കിൽ ഇങ്ങനെ ഡിഫീറ്റായിട്ട് TV-യിൽ കിടക്കുന്നുണ്ട്. സോ അവിടെ ഡെഡ്പൂളും മറ്റേ പാരഡോക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പക്ഷേ അവിടെ വൂൾവറിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൂൾവറിൻ ഡിഫീറ്റ് ആയതുപോലെ അല്ല തോന്നുന്നു, ഒരുമാതിരി പാരലൈസ്ഡ് ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ട്രെയിലറിൽ തന്നെ ഒരു സീനിലാണെങ്കിൽ ഒരു കാറിൽ വെച്ച് ഡെഡ്പൂൾ വൂൾവറിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം ഡെഡ്പൂളാണെങ്കിൽ എന്തോ ഒരു സാധനം എടുത്ത് വൂൾവറിൻ്റെ കാലിൽ കുത്തി കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മേ ബി അത് കാരണമായിരിക്കാം നമ്മുടെ വൂൾവറിൻ പാരലൈസ് ആയതെന്നാണ് തോന്നുന്നത്. സോ അങ്ങനെ ആയിരിക്കാം നമ്മുടെ ഡെഡ്പൂളാണെങ്കിൽ നേരെ വൂൾവറിനെ എടുത്തുകൊണ്ട് TV-യിലോട്ട് കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത്. സോ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ ഒരു സീനിലാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളാണെങ്കിൽ വൂൾവറിനൊക്കെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. സോ നിനക്ക് എന്തോ ഒരു മെമ്മറി ഉണ്ട്, അതിന് എൻ്റെ അടുത്ത് പറയാമെന്ന് പറയുന്നുണ്ട് ഡെഡ്പൂൾ. അതോ നീ അത് ഫ്ലാഷ് ബാക്ക് ആകുമ്പോഴേ പറയൂ എന്ന് ഡെഡ്പൂൾ ചോദിക്കുന്നുണ്ട്. സോ ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. ആൻഡ് അവിടെ വന്ന് വൂൾവറിൻ ഒന്നും പോടാ എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നുണ്ട്. സോ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ സ്ലോ മോഷനിൽ നടന്ന ഒരു സീനുണ്ട്. അത് വേറെ ലെവലായിട്ടുണ്ട്. അതിൽ വൂൾവറിനാണെങ്കിൽ പുള്ളിയുടെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഇത് കാണാനാണ് വെയിറ്റിംഗ്. കോമിക് അക്യൂറേറ്റ് ആയിട്ടുണ്ട്. സോ സൂപ്പറായിട്ടുണ്ട് ഈ സീൻ.
പിന്നെ ഈ ഒരു പടത്തിൽ നമ്മുടെ ഡെഡ് പൂളിൻ്റെ ചില വേരിയൻസ് ഒക്കെ വരും. കാരണം ഒരു സീൻ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ഡെഡ് പൂൾ ആണെങ്കിൽ മറ്റേ ഡോഗ് പൂളിന് കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരു സീൻ കാണാൻ പറ്റും. ആൻഡ് അത് മാത്രമല്ല ലേഡി ഡെഡ് പൂളിൻ്റെ റെഫറൻസും ഈ ട്രെയിലറിലുണ്ട്. സോ മോസ്റ്റ്ലി നമ്മുടെ ഡെഡ് പൂളിന് നിറയെ വേരിയൻസ് ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ വൂൾവറിൻ്റെ ചില വേരിയൻസ് ഈ പടത്തിൽ വരും. പിന്നെ വേറൊരു സീനാണെങ്കിൽ നമ്മുടെ ഡെഡ് പൂളാണെങ്കിൽ വൂൾവറിൻ നോക്കി ഡയലോഗ് പറയുന്നുണ്ട്. സോ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ രക്ഷിക്കാൻ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം ഡെഡ് പൂളിൻ്റെ യൂണിവേഴ്സ് എന്താ പറയുക നശിക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ട് നമ്മുടെ ഡെഡ് പൂളിന് വൂൾവറിൻ്റെ ഹെൽപ്പ് വേണം. എൻ്റെ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വൂൾവറിൻ ഡെഡ് പൂളിനെ സഹായിക്കാൻ തീരുമാനിക്കുക. കാരണം ഡെഡ് പൂൾ വന്ന് തൻ്റെ യൂണിവേഴ്സ് രക്ഷിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത്. സോ നമ്മുടെ വൂൾവറിനെ കൊണ്ട് പുള്ളിയുടെ യൂണിവേഴ്സ് രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവൻ്റെ യൂണിവേഴ്സ് എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചേക്കാം നമ്മുടെ വൂൾവറിൻ ഡെഡ് പൂളിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനം എടുത്തെന്നാണ് തോന്നുന്നത്. പിന്നെ ഒന്ന് ഈ ട്രെയിലറിൽ ഒരു ഇടത്താണെങ്കിൽ നമ്മുടെ ഡെഡ് പൂൾ ആണെങ്കിൽ നീ എക്സ്മാൻ ആണ്, നീയാണ് ദി എക്സ്മാൻ എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ വന്ന് ഈ ഒരു മൂവിയിൽ വില്ലനായിട്ട് വരാൻ പോകുന്ന കസാൻഡ്ര നോവ എന്ന ക്യാരക്ടറിനെയും റിവീലാക്കിയിട്ടുണ്ട്. അതിന് എല്ലാവർക്കും അറിയായിരുന്നു. സോ ക്യാരക്ടർ ഒന്ന് കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട്. എൻ്റെ ഈ ക്യാരക്ടറിന് ഒന്ന് ഒരു ടെലിപ്പതി ആൻഡ് അതേപോലെ ടെലികൈനസിസ് പവർ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു സീനിലാണെങ്കിൽ വൂൾവറിന് ഈ ക്യാരക്ടർ ഒരു ഫൈറ്റ് ഉണ്ട്. സോ ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വൂൾവറിന് ഈ ക്യാരക്ടർ ഈസി ആയിട്ട് കൺട്രോളിലെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ടെലികൈനസിസ് പവറാണ് ഈ ക്യാരക്ടറിനുള്ളത്. അപ്പം ഈ ക്യാരക്ടറിന് എങ്ങനെയാണ് നമ്മുടെ ഡെഡ് പൂൾ വൂൾവറിനും ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും സൂപ്പറായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വന്ന് വേറൊരു സീനാണെങ്കിൽ നമ്മുടെ ഒരു അയൺമാൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. അതായത് ഒരു കാറിൽ വന്ന് അയൺമാൻ്റെ ലോഗോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നിറയെ റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ നിറയെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ വേറൊരു സീനാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതായത് നമ്മുടെ ഡെഡ് പൂൾ വൂൾവറിനും കൂടെ മറ്റേ ആൻമാൻ്റെ കണ്ണിൽ കൂടെ എടുത്ത് ചാടുന്നുണ്ട്. സോ ചാടുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ പോർട്ടലില്ലേ അത് ഓപ്പണായി അതിൻ്റെ ഉള്ളിലോട്ട് ഇവർ പോണായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അവിടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ മറ്റേ ആലയത്ത് പറഞ്ഞ് കാണാൻ പറ്റും. സോ ആലയത്ത് വന്ന് ആ വോയിഡിനെ കംപ്ലീറ്റ്ലായിട്ട് നശിപ്പിക്കാൻ പോവുകയാണ്. സോ അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മുടെ ഡെഡ് പൂൾ വൂൾവറിനും ഈ ഒരു പോർട്ടലിലോട്ട് ചാടാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇതിപ്പം ആരാണ് ഈ പോർട്ടൽ ഓപ്പൺ ചെയ്തതെന്നാണ് ഇവിടെ വലിയ ക്വസ്റ്റ്യൻ. ഡോക്ടർ സ്ട്രേഞ്ച് ആണോ അതെ വേറെ ആരെങ്കിലും ആണെന്ന് അറിയണം. കാരണം ഡോക്ടർ സ്ട്രേഞ്ചിന് മാത്രമല്ല പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വേറെ ആൾക്കാരെ കൊണ്ട് പറ്റും. അപ്പോൾ ഇതാരും അറിഞ്ഞുകൂടാ. ബട്ട് എനിക്ക് തോന്നിയാൽ ഡോക്ടർ സ്ട്രേഞ്ച് ആയിരിക്കും. പക്ഷേ മൾട്ടിവേഴ്സ് ലെവലിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഇതെങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. സോ എന്തായാലും അത് കാണാൻ വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു ക്യാമിയോ ചിലപ്പോൾ ഈ പടത്തിൽ വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഡെഡ് പൂൾ വൂൾവറിനെ MCUലോട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആലോണ്ട് ഈ ഒരു ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ്റെ ട്രെയിലർ വന്ന് ഗംഭീരമായിട്ട് വന്ന് ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. പടത്തിൻ്റെ ഹൈപ്പ് എന്താ പറയുക വേറെ ലെവലായി പോയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ മൂവിക്കായിട്ട് വെയിറ്റിംഗ് ആൻഡ് ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും തന്നെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് ഗൈസ്.